Hi children, we will learn today lesson 3 operating systems. Go to page number 21. Operating systems. An operating system OS is a program that makes the computer work. It controls the functioning of both hardware and software. ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും പ്രവർത്തനം കൺട്രോൾ ചെയ്യുന്നതിന് കമ്പ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇറ്റ് കൺട്രോൾസ് ദ ഫങ്ഷനിങ് ഓഫ് ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഇത് ഹാർഡ്വെയറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും പ്രവർത്തനം കൺട്രോൾ ചെയ്യുന്നു. Windows XP is the most commonly used operating system. Windows XP സിസ്റ്റം ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ഡെവലപ്ഡ് വിൻഡോസ് XP ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ വിൻഡോസ് XP ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് എടുത്തു. Windows XP is a graphical user interface operating system. Windows XP ഒരു graphical user interface operating system ആണ്. It is very simple and user friendly. ഇത് വളരെ സിമ്പിളുമാണ്, ഫ്രണ്ട്ലിയുമാണ്. Okay, understood? Desktop icons. The small pictures on the desktop are called icons. ഡെസ്ക്ടോപ്പിലെ ചെറിയ ചിത്രങ്ങളാണ് icons. കണ്ടോ എല്ലാവരും സ്ക്രീനിൽ? These icons represent specific programs, documents, images and folders you can. Okay? Double click on the icon to open a program. ഒരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യാൻ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഐക്കൺ കണ്ടല്ലോ എല്ലാവരും? Simply click on any icon to select it. It is highlighted. ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. Click away from the selected icon to deselect it. തിരഞ്ഞെടുത്ത ഐക്കണിൽ നിന്ന് തിരഞ്ഞെടുത്തത് മാറ്റാൻ അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഡീസെലക്ട് ആയത് എല്ലാവരും കണ്ടല്ലോ? സെലക്ട് ദ ഐക്കൺ ആൻഡ് ഡ്രാഗ് ഇറ്റ് ടു എനി പ്ലേസ് ഓൺ ദ സ്ക്രീൻ. ഐക്കൺ തിരഞ്ഞെടുത്തത് സ്ക്രീനിലെ ഏത് സ്ഥലത്തേക്കും ഡ്രാഗ് ചെയ്യാൻ കഴിയും. ഡ്രാഗ് ചെയ്തത് കണ്ടല്ലോ എല്ലാവരും? ഓക്കെ, അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് വൺ, the icons can be arranged automatically as well as manually. To arrange your icons automatically on the screen, follow the steps. ഐക്കൺസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. To arrange your icons automatically on the screen, right click anywhere on the desktop. A shortcut menu appears. ഒരു ഷോർട്ട്കട്ട് മെനു വന്നത് കണ്ടല്ലോ? Click the arrange icons by option. A sub menu appears. Click the auto arrange option. The desktop icons will be rearranged automatically. Click the auto arrange option. The desktop icons will be rearranged automatically. ഡെസ്ക്ടോപ്പ് ഐക്കണുകളിലെ ഓട്ടോ അറേഞ്ച് ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായി തന്നെ റീഅറേഞ്ച് ചെയ്യാൻ കഴിയും. സ്റ്റാർട്ടിംഗ് വിൻഡോസ് XP. വിൻഡോസ് XP എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം.
Windows XP operating system is loaded automatically in your computer whenever you switch on the computer. നിങ്ങൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോഴെല്ലാം വിൻഡോസ് എക്സ്പി ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ യാന്ത്രികമായി ലോഡ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ലോഡ് ചെയ്യും. The first thing that appears on your screen is the desktop. കണ്ടല്ലോ എല്ലാവരും, ഡെസ്ക്ടോപ്പ് കണ്ടല്ലോ. A desktop has many icons. Start button, taskbar and a beautiful background, wallpaper that you can change as per your choice. മനോഹരമായ ഒരു ബാക്ക്ഗ്രൗണ്ട്, വാൾപേപ്പർ കണ്ടല്ലോ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഐക്കൺ കണ്ടോ, സ്റ്റാർട്ട് ബട്ടൺ, ടാസ്ക് ബാർ, ഈ വാൾപേപ്പർ കണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാമാണ് ഡെസ്ക്ടോപ്പിൽ ഉള്ളത്. എന്തെല്ലാമാണ്? A desktop has many icons, start button, taskbar and a beautiful background, wallpaper that you can change as per your choice. നമ്മുടെ ചോയ്സിനനുസരിച്ച് വാൾപേപ്പർ ചേഞ്ച് ചെയ്യാൻ കഴിയും. Okay, understood? Click the properties option. Click the properties option. The display properties dialog box appears. Click the desktop tab. Select the background from the list box, a preview of the selected image. Select the background from the list box. List boxil നിന്നും തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുത്ത ചിത്രത്തിൻ്റെ പ്രിവ്യൂ എവിടെ കാണാൻ കഴിയും? മോണിറ്ററിൽ കാണാൻ കഴിയും. ക്ലിക്ക് ദ അപ്ലൈ ബട്ടൺ, ക്ലിക്ക് OK. എ ന്യൂ ഇമേജ് ഈസ് ഡിസ്പ്ലേഡ് ഓൺ യുവർ ഡെസ്ക്ടോപ്പ്. ഒരു പുതിയ ഇമേജ് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ കാണാൻ കഴിയും. ഇതുപോലെ നമുക്ക് വാൾപേപ്പർ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ടാസ്ക് ബാർ. The taskbar is present at the bottom of the desktop. ടാസ്ക്ബാർ ഡെസ്ക്ടോപ്പിന്റെ താഴെയാണ്. കണ്ടോ എല്ലാവരും ടാസ്ക്ബാർ? It is a long bar that displays the name of the program running in your computer. അത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പ്രവർത്തിക്കുന്ന പ്രോഗ്രാമിന്റെ പേര് പ്രദർശിപ്പിക്കുന്നു. That displays the name of the program running in your computer. A taskbar also contains start button. A taskbar also contains start button. Tip: you can hide or unhide the taskbar and you can also move the taskbar anywhere on the screen. നിങ്ങൾക്ക് ടാസ്ക് ബാർ ഹൈഡ് ചെയ്യാനോ അൺഹൈഡ് ചെയ്യാനോ കഴിയും. കൂടാതെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഏതു ഭാഗത്തും ടാസ്ക് ബാർ നീക്കാനും കഴിയും. You can also move the taskbar anywhere on the screen. Okay, understood?
Thank you, children. We can meet in the next class. Bye.